കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ വേലക്കാരുടെ പരിശ്രമം വിഫലമാവും എന്ന് പറഞ്ഞോണം. കർത്താവ് ഈ ഭവനം പണിയാനായിട്ട് മൂലക്കല്ലാവുകയും പക്ഷേ ആ മൂലക്കല്ല് ഓരോ കല്ലുകളും നിരത്തി വെക്കാനായിട്ട് സണ്ണി ഡയമണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ കരങ്ങളാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഭവനം പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഇലക്ഷനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നു. ഈ ഭവനത്തിലൂടെ 20 ലക്ഷം രൂപ വരെ എനിക്ക് സണ്ണിച്ചേട്ടൻ കൈക്കൂലി തന്നു എന്നുള്ളതടക്കം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത്. പക്ഷെ ഞാൻ അന്നും മനസ്സിൽ വിചാരിച്ചു മുകളിൽ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ ചെയ്ത നന്മ പ്രവർത്തിക്ക് ഉത്തരം എനിക്ക് കിട്ടുന്നുള്ളത്. എനിക്ക് ഇന്നൊരു ഭവനം അവർക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു വലിയ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു കൊച്ചു വീടിൻ്റെ മുന്നിലാണ്. ഇവിടെ താമസിച്ചിരുന്നവർക്ക് ഈ വീട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. ആയുസ്സിൽ ഒരിക്കലും മാത്രം നമ്മൾ സാധാരണ മനുഷ്യർ പണിയുന്നൊരൊന്നാണ് ഒരു വീട് കിട്ടാനായിട്ട് ഏറെ ബുദ്ധിമുട്ടി ഏറെ വിഷമിച്ച് നടന്ന ഒരു കുടുംബത്തിൻ്റെ മുന്നിലേക്ക് ഒരു ജനപ്രതിനിധി നന്മയുടെ കരങ്ങളുമായിട്ട് കടന്നു വന്നു. അവരുടെ പേരാണ് സുസി സുനിൽ. അവരിലൂടെ ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു വലിയ മനസ്സുള്ള വ്യക്തിയാണ് നമ്മുടെ സണ്ണി ഡയമണ്ടിൻ്റെ സണ്ണിച്ചേട്ടൻ. അതുപോലെ ചാലക്കുടി നഗരസഭയും ചേർന്ന് ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഈ വീട് നിർമ്മാണത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ ആരംഭിച്ചു. ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുന്നാണ് ഇതിൻ്റെ പണികൾ ആരംഭിച്ചത്. തീർച്ചയായിട്ടും ഈ വർക്ക് പൂർത്തിയാക്കി ഇന്ന് ഈ വീട്ടിലേക്ക് ഗൃഹപ്രവേശനം നടത്തിയിരിക്കുകയാണ് ഈ കുടുംബം. വളരെ സന്തോഷമുണ്ട്. 15 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാംഗങ്ങൾ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ ഒരു ജനപ്രതിനിധി വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ വീടുകളിലും നന്മയുടെ കൈത്തിരി അളം തെളിയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കുന്നത്. സൂസി സുനിൽ എന്ന് പറയുന്ന കൗൺസിലറുടെ ഒരു വിജയവും അത് തന്നെയാണ്. അവർ ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു കൊച്ചു വീട് ആ വീട്ടുകാർക്ക് ലഭിച്ചത് എന്നുള്ള വലിയ നന്ദിയുടെ വാക്കുകളാണ് ഈ സമയം പറയാനുള്ളത്. ജനപ്രതിനിധിയോടൊപ്പം നിന്ന സണ്ണി ഡയമണ്ടിൻ്റെ സണ്ണിച്ചേട്ടനും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഒരുപാട് നന്മകൾ ചാലക്കുടി നഗരസഭയിലെ ഓരോ വാർഡുകളിലും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബാക്കി നമുക്ക് ഈ വീടിൻ്റെ അകത്തളങ്ങൾ കാണാം. നമ്മോടൊപ്പം ജനപ്രതിനിധി സൂസിയേച്ചി ഉണ്ട്. അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ചാലക്കുടി നഗരസഭയിലെ പഴയ 12ാം വാർഡില് കനാൽ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന ജോയി തേക്കാനത്ത് എന്ന് പറയുന്ന കുടുംബത്തിന് ഒരു വർഷങ്ങളായിട്ട് ഈ കനാൽ പുറമ്പോക്കിൽ ഒരു മുറി കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞോണം ഇവരുടെ അമ്മ ഒരു 3 വർഷം മുന്നേ മരിച്ചു. ആ സമയത്ത് ആ വീട്ടിൽ ചെന്നപ്പോൾ ഈ ബോഡിയും അപ്പനും മോളും ഒരു റൂമും ഒരു ചെറിയൊരു വളച്ചുകൂട്ടിയൊരു കിച്ചണും മാത്രമായിരുന്നു അവിടുത്തെ അവസ്ഥ. അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരു വേദനയായിരുന്നു ഇവർക്കൊരു ഭവനം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. സുവർണഗ്രഹത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞ സംഭവം ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലായതിൻ്റെ പേരിൽ തന്നെ നമ്മൾ നവംബറിൽ ഈ വീടിന് തറക്കി കല്ലിടുകയും സണ്ണിച്ചേട്ടൻ 3-4 മാസത്തിനുള്ളിൽ ഇതിൻ്റെ താക്കോല് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് പ്രാവർത്തികമാക്കി. കറക്റ്റ് 3.5 മാസം കൊണ്ട് ഈ ഭവനം പണിത് ഇന്ന് അവരുടെ സ്വന്തം ഭവനത്തിൽ ഇന്ന് മുതൽ താമസിക്കുകയാണ്. ഇതിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. കാരണം പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ കോൺട്രാക്ടർ എടുത്ത ആൾ മനോജ് എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് ഈ ഭവനം പണിയാനായിട്ട് സണ്ണിച്ചേട്ടനെ ഏൽപ്പിച്ചത്. ഈ ഭവനം പണിന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു ഭവനമല്ല. സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഒരു വീട് പണിയുന്നോ ആ രീതിയിലാണ് ഇതിന്റെ ഓരോ വർക്കുകളും നടന്നിട്ടുള്ളത്. തറക്കി കല്ലിട്ടത് മുൻ ചെയർമാൻ ഷിബു ആലപ്പനാണ്. സണ്ണിച്ചേട്ടൻ ഈ ഭവനം കനാൽമേത്ത പൊളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വാടക അടക്കം കൊടുത്തുകൊണ്ടാണ് സണ്ണിച്ചേട്ടൻ അവരെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. സണ്ണിച്ചേട്ടനോടുള്ള നന്ദിയും കടപ്പാടും എനിക്ക് എന്നും ഉണ്ടാവും. കാരണം ഈ കുടുംബം മരണം വരെ പ്രാർത്ഥനയിൽ സണ്ണിച്ചേട്ടനെ ഓർക്കാണ്ടിരിക്കില്ല. അപ്പൊ ഇതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ സുവർണഗ്രഹം പദ്ധതിയിലൂടെ തന്നെയാണ് അന്ന് ഇതിന് ചർച്ചകൾ വന്നത്. പിന്നെ സുവർണഗ്രഹം എന്നുള്ളത് ഒരു പ്രദേശത്ത് വന്നത് ഞാൻ വേറിട്ട് എൻ്റെ വാർഡിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഈ വാർഡിലെ കൗൺസിലർ ഉഷേച്ചിയാണ്.